പ്രിയ ദൈവപൈതലേ, വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. പലരും ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ, നൊമ്പരങ്ങൾ, ആരോടും പറയാത്ത വേദനകളെല്ലാം ഉള്ളിലൊളിപ്പിച്ചുകൊണ്ട് നടക്കുന്നു. എന്നാൽ പലപ്പോഴും ഇതൊന്നും ഉള്ളിലൊതുങ്ങാതെ വിങ്ങുന്ന മുറിവുകളായി, അവസരം കിട്ടുമ്പോൾ വേദനയായി, ഒറ്റയ്ക്കിരുന്ന് തേങ്ങുന്ന നൊമ്പരങ്ങളായി, കരച്ചിലായി, കോപമായി, വെറുപ്പായി പുറത്തു വരുന്നു. ഇവരെന്തേ ഇങ്ങനെ എന്ന് നാം തന്നെ ചോദിക്കുന്നു. സന്തോഷമായിരിക്കണം, വേദന മറക്കണം, വെറുപ്പ് ഉപേക്ഷിക്കണം, കോപം കളയൂ എന്നൊക്കെ നാം ഇവരോട് പറയുന്നു. ഫിലിപ്പലേഖനം 4-ാം അധ്യായത്തിൽ 4-ാം വചനത്തിൽ പറയുന്നത് തന്നെ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവിൻ എന്നല്ലേ. എന്നാൽ യഥാർത്ഥത്തിൽ ഇവർക്ക് ആവശ്യമായിരിക്കുന്നത് ഒരു ആന്തരിക സൗഖ്യമാണ്. ദൈനംദിന ജീവിതത്തിൽ വരുന്ന തിന്മ നിറഞ്ഞ സംഭവങ്ങൾ മനുഷ്യഹൃദയങ്ങളിൽ ക്ഷതവും മുറിവും സൃഷ്ടിക്കുന്നു. എന്നാൽ ഇവരെ കണ്ടാൽ പ്രത്യക്ഷമായി കാര്യമായ പ്രശ്നങ്ങളുള്ളവരായി തോന്നുകയില്ലെങ്കിലും അകമേ നീറിപ്പുകയുന്ന സംഭവങ്ങൾ അവരെ കാർന്നു തിന്നുകൊണ്ടേയിരിക്കും. അവ മാനസിക മണ്ഡലത്തിൽ വ്യതിയാനങ്ങളും ശരീരത്തിൽ രോഗങ്ങളും സൃഷ്ടിക്കും. ഇത്തരത്തിലുള്ള മനുഷ്യ മനസ്സുകൾക്ക് സംഭവിക്കുന്ന മുറിവുകളെ സൗഖ്യമാക്കാൻ യേശുക്രിസ്തു പ്രാപ്തനാണ്. ക്രിസ്തുവിനെ അതിന് കഴിയും. സങ്കീർത്തനം 147-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു: മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. പഴുത്ത് വ്രണമായി ദുർഗന്ധം വമിക്കുന്ന, ചോരയൊലിക്കുന്ന, മുറിവേറ്റു തകർന്ന ഹൃദയങ്ങളെ സൗഖ്യമാക്കി യേശുവിന്റെ തിരക്തത്താൽ കഴുകി, യേശുവിന്റെ പങ്കിടുന്ന, വിഭജിക്കുന്ന, മരിക്കുന്ന സ്നേഹത്താൽ നിറയ്ക്കുന്ന അതിശ്രേഷ്ഠമായ ശുശ്രൂഷയിലേക്ക് നാനാജാതി മതസ്ഥരായ വർണ്ണവർഗ വിവേചനമില്ലാതെ എല്ലാ ദൈവമക്കളെയും മാനവരാശിയുടെ നിത്യരക്ഷയ്ക്കായി കാൽവരിക്കുരിശിൽ ജീവൻ സമർപ്പിച്ച ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഈ ആന്തരിക സൗഖ്യധാനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹൃദയം തകർന്നൊരു നാൾ യേശുവേ നിന്നെ വിളിച്ചു, കരുത്തേകും നിൻ കരമെൻ തോളിൽ പതിച്ചു, ദുഃഖം മറഞ്ഞു എൻ മിഴികൾ നിറഞ്ഞൊഴുകി. ഹൃദയം തകർന്നൊരു നാൾ യേശുവേ നിന്നെ വിളിച്ചു, കരുത്തേകും നിൻ കരമെൻ തോളിൽ പതിച്ചു, ദുഃഖം മറഞ്ഞു എൻ മിഴികൾ നിറഞ്ഞൊഴുകി. God bless you.